ഇതിന്റെ പോലെ പറയാൻ പറ്റില്ല. വെള്ളത്തിലും പുള്ളി അതിനകത്തേക്ക് ചവിട്ടിയിട്ട് ആ സാധനം വെള്ളത്തിലേക്ക് താഴ്ത്തി ഒന്ന് പുള്ളി ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്ക്, കണ്ടോ, ഭൂമി താഴേക്ക് ചവിട്ടി താത്തുന്ന പുള്ളി. 1.5 ലക്ഷത്തോളം മനുഷ്യർ താമസിക്കുന്ന ദാൽ ലേക്കിൽ പച്ചക്കറി നട്ടു വളർത്തുന്ന കൃഷിസ്ഥലങ്ങളിൽ കുറേ എണ്ണം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ശക്തമായൊരു കാറ്റടിച്ചാൽ തക്കാളിത്തോട്ടം ഒഴുകിപ്പോയി മറ്റൊരാളുടെ സ്ഥലമായി മാറുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ സൂര്യോദയത്തിന് മുന്നേ നടക്കുന്ന വെള്ളത്തിലെ ചന്തയിൽ ബാർട്ടർ സിസ്റ്റം വഴി കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഞാൻ 5ാമത്തെ പ്രാവശ്യം കണ്ടാണ് കാശ്മീർ വരുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ശരിക്കും നമ്മൾ ആദ്യം വരേണ്ടത്. എന്നാ വാ, നമുക്കതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ഹലോ, സമയം രാവിലെ 5 മണിയാണ് കേട്ടോ. പുലർച്ചെ 5 മണി. പള്ളിയിൽ നിന്ന് കിറാത്ത് കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് അനസും കൂടിയിട്ട് ഒരു വള്ളം വാടകയ്ക്ക് എടുത്തിട്ട് ദാൽ ലേക്കിലൂടെ ഇങ്ങനെ പോകാൻ കേട്ടോ. സംഭവം നമ്മൾ ഭൂരിഭാഗം പേരും ദാൽ ലേക്ക് കണ്ടിട്ടുണ്ടാവും, ദാൽ ലേക്കിലൂടെ ഷിക്കാരയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ 5 മണിക്ക് അനുസരിച്ചാരും ദാൽ ലേക്കിൽ കൂടി പോകാറില്ല ഷിക്കാര കളിച്ചിട്ട്. ഇത് ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന എല്ലാ ഹൗസ് ബോട്ടുകളിലും ടൂറിസ്റ്റുകൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ രാവിലെ ഈ സമയത്ത് ഇറങ്ങിയത് ഒരു സ്പെഷ്യൽ സംഭവം കാണാനാണ് കേട്ടോ. നമ്മളെക്കാൾ ഉത്തരവാദിത്തം കേട്ടോ ഈ വള്ളക്കാരന്. നമ്മൾ ഇന്നലെ രാത്രി ഇദ്ദേഹത്തെ പറഞ്ഞ് സെറ്റാക്കിയത് 5 മണിക്കാണ്. പുള്ളി 4:30 വന്നിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മുട്ടി സൗകര്യം കരുതിയിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് നമ്മളിപ്പോൾ 3 പേരും കൂടി പുറപ്പെട്ടതാണ്. പർവേസ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. മുമ്പിൽ നമുക്ക് മറ്റൊരു വള്ളക്കാരനും കൂടി ഉണ്ട് കേട്ടോ, അനസ് ഭായി, കോ പൈലറ്റാണ്. എങ്ങനെയുണ്ട് തുഴഞ്ഞിട്ട്? നല്ലല്ലേ? ഈ ദാൽ ലേക്കിൽ ഒരു പ്രസിദ്ധമായ മാർക്കറ്റ് നടക്കുന്നുണ്ട്, ഒരു പച്ചക്കറി ചന്ത. അതായത് ഈ ദാൽ ലേക്കിൽ ഒരുപാട് തുരുത്തുകളുണ്ട്. ഇങ്ങനെ ആ തുരുത്തുകളിൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ, ദാൽ ലേക്ക് ശരിക്കും വെറുതെ ഒരു ലേക്കല്ല കേട്ടോ, ഒരു സംസ്കാരം തന്നെയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഇതിനകത്ത് തന്നെ. അപ്പോൾ ഈ തുരുത്തുകളിൽ ഇവിടുത്തെ ആളുകൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ വിളകൾ, പച്ചക്കറികൾ, അവരുടെ ഈ ശിക്കാരകളിൽ രാവിലെ 4-5 മണിക്കൊക്കെ ഇവിടെ ഒരു പ്രത്യേക ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഈ വള്ളങ്ങളിൽ വെച്ച് തന്നെ അവർ കച്ചവടം ചെയ്യാണ്. നമ്മൾ താമസിക്കുന്നതും ദാൽ ലേക്കിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ്, ഓരത്ത് തന്നെയാണ്. പക്ഷേ അവിടുന്ന് നമുക്കൊരു മണിക്കൂർ വള്ളം കഴിഞ്ഞ് പോയിട്ടാണ് ഈ സ്ഥലത്ത് എത്താൻ പറ്റുക. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനൊക്കെ ഉണ്ട്, അദ്ദേഹം വഴിയെ പറയാം. 5 മണിക്ക് പുറപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ആയിട്ടോ ഇങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചം പതിയെ വരുന്നുണ്ട്. ഈ വെളിച്ചം കാണുന്നതൊക്കെ ഈ ഹൗസ് ബോട്ടുകളൊക്കെയാണ്. ഓ, ഈ ആംബുലൻസ്, വാട്ടർ ആംബുലൻസ്. ഓക്കെ. ഇപ്പോൾ ഇതൊരു വാട്ടർ ആംബുലൻസ് ആണ് കേട്ടോ. ഓക്കെ, ഒരു പങ്കായം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളോടും തുഴഞ്ഞോളാൻ പറഞ്ഞു പുള്ളി. പാവം കഷ്ടപ്പെടല്ലേ, 1 മണിക്കൂർ തുഴയണം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചുറ്റും ഹൗസ് ബോട്ട്സ് ആണല്ലോ, അറിയാം, നിറയെ ഹൗസ് ബോട്ട്സ് ഉണ്ട്. ഈ ഹൗസ് ബോട്ട്സ് പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഹൗസ് ബോട്ട്സ് അല്ല കേട്ടോ. ഇത് മൂവ് ചെയ്യുന്ന ഹൗസ് ബോട്ടുകളല്ല. ഇത് ഓരോ ഭാഗത്ത് 6 സീറ്റിലാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ മുമ്പിലും ദാൽ ലേക്കാണ്. അവിടെ ശരിക്കും നമുക്ക് ഈ ഹൗസ് ബോട്ട്സിൻ്റെ ഒക്കെ പുറകുവശം കാണാൻ പറ്റും. ആക്ച്വലി ഇതൊക്കെ അവർ താമസിച്ചിരുന്ന വീടുകളായിരുന്നു. ഈ രീതിയിൽ ടൂറിസം വളർന്നപ്പോൾ ആ വീടുകളുടെ മുമ്പിലേക്ക് ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അവരുണ്ടാക്കിയിട്ട് ഈ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്താണ്. ഇത് ഫിക്സഡാണ്, മൂവിയില്ല കേട്ടോ. ഏകദേശം 1200 മുകളിൽ ഹൗസ് ബോട്ടുകളുണ്ട് ഇതുപോലത്തെ ഈ ഒരു ദാൽ ലേക്കിനകത്ത്. പിന്നെ ഒരു കാര്യം, ഈ ബോട്ടുകൾ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ലേക്കിലാണെങ്കിൽ പോലും ഇതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ് കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ കണ്ടു ഒരു നെറ്റ് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത് എന്താ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചിലപ്പോൾ നാശമായി പോയതായിരിക്കാം. അപ്പോൾ ഇനി അതിൻ്റെ ഉടമസ്ഥൻ അവിടെ വീണ്ടും ഹൗസ് ബോട്ട് പണിയും. അപ്പോൾ ആ സ്ഥലം പുള്ളിയുടെ ആണല്ലോ, പുള്ളിയുടെ പേരുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അത് മാർക്ക് ചെയ്തിട്ടേക്കാണ്, അവിടെ വേറെ ആരും കൊണ്ടുവന്നിട്ടൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഹൗസ് ബോട്ടിൻ്റെ കഥ. ഏകദേശം 1500 രൂപയിലൊക്കെ തുടങ്ങിയിട്ട് 10,000-ന് മുകളിലേക്കൊക്കെ ഉണ്ടോ അതിൻ്റെ ഈ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഒരു നൈറ്റിൻ്റെ ചാർജ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും അതിനകത്ത് ഒരു ദിവസമെങ്കിലൊക്കെ താമസിക്കണം കേട്ടോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ പല പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാശ്മീർ ട്രിപ്പ്? ഫസ്റ്റ് ടൈം അല്ലേ? അതെ, ഫസ്റ്റ് ടൈം. എങ്ങനെ ട്രിപ്പ്? ഇതുവരെ കൊള്ളാം. ഇതുവരെ അടിപൊളിയാ? ദിവസമായി വന്നിട്ട്
നോർമലി എല്ലാവരും ഗുൽമാർഗും അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതിന് പകരം ഇന്നലെ പോയ വില്ലേജ്, ഇന്നത്തെ ഈ ഒരു യാത്ര, ഇതൊക്കെ ഒരിക്കലും ടൂറിസ്റ്റായി വന്നാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. അത് വെറൈറ്റി ആണല്ലേ, ഒരു വെറൈറ്റി യാത്രയാണ്. നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതിയാണിത്. ആ ഒരു ഹരം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണാൻ പോകില്ല. അതെ അതെ, നമ്മള് ഈ 2-3 ദിവസം കണ്ട ആൾക്കാർ, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, അവരോടൊപ്പം സംസാരിച്ച് ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ലോക്കൽ എസെൻസ് നമുക്ക് കിട്ടും, എന്താണ് ആ നാട് എന്നുള്ളതിന്റെ അല്ലേ. ഓഹോ, അവിടെ കണ്ടോ ആ കുറച്ച് പുല്ലുകൾ കണ്ടോ, അത് फ्लोटिंग गार्डन है। ए भी ऐसा है? हाँ, ये भी ऐसा है। इसके नीचे मिट्टी है ना? हाँ, इसके नीचे मिट्टी। वो भी चलता है? हाँ, वो भी चलता है। जैसे बोट ये नीचे आप वापस आएगा, ये भी ऊपर आएगा वापस। ഓ ഫ്ലോട്ടിംഗ് ഗാർഡൻ കേട്ടോ, അത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ആ സംഗതി ശരിക്കും ഈ തോണി പോലെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അത്ര ആ ഒരു ലാൻഡിന്റെ ഭാഗം, അത് പല ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ വരെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ പച്ചക്കറി ചന്ത ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവരുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ, വിളകളൊക്കെ പലതും ഇങ്ങനത്തെ ഫ്ലോട്ടിംഗ് ഗാർഡനിൽ കൃഷി ചെയ്തതും കൂടി ആയിരിക്കും. ഞാൻ ഓൺലൈനിൽ വായിച്ചപ്പോൾ ഇതിനൊക്കെ ഇത്തരം ഒരു പരിസ്ഥിതിയിൽ ഉണ്ടാകുന്നതുകൊണ്ട് ചില പ്രത്യേക ജൈവ സവിശേഷതകളൊക്കെ ഉണ്ട് ഇത്രേ ഈ പച്ചക്കറികൾക്ക്. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അത് കണ്ടോ, പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു സുഹൃത്ത് ആ വള്ളത്തിൽ നമസ്കരിക്കുകയാണേ, ദാൽ ലേക്കിൽ. ഫിഷർമെൻ, ഒരു മീൻ പിടിക്കുന്ന ആൾക്കാരാണ് ഇത്രേ. ഇത് കണ്ടോ, ഈ പുല്ല് കാണുന്നൊക്കെ അതുപോലത്തെ ഫ്ലോട്ടിംഗ് ലാൻഡാണ് കേട്ടോ. അതിനെ കുറിച്ചൊരു കാര്യം പറയണ്ട, ഞാൻ തിരിച്ചു പോകുമ്പോൾ പറയാം. നമ്മളെ വലതുവശത്ത് കാണുന്നത് ഇത് മാർക്കറ്റാണ് കേട്ടോ. ഓൾഡ് സിറ്റി മാർക്കറ്റ്, ഓൾഡ് സിറ്റി മാർക്കറ്റ് എന്നാണ് പേര്. ഇവിടെ നമുക്ക് ഈ കാശ്മീരിന്റെ തനത് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ തുറന്നിട്ടില്ല, ഈ കട ഏകദേശം തുറന്ന പോലെയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇത് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് ശരിക്കും തുറക്കും. കോർണറിൽ ഈ കടയൊക്കെ കണ്ടോ, എന്ത് രസാലേ. കട തുറന്നിട്ട് അതിൻ്റെ പീഡിയക്കൊലായി എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ, അവിടെ അങ്ങനെ കസേരയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആലോചിച്ചൊക്കെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട്. ഈ കാണുന്നൊക്കെ കടകളാണെങ്കിലും ഇതൊക്കെ മുമ്പ് വീടുകൾ തന്നെ ആയിരുന്നു കേട്ടോ, ശരിക്കും വീടുകൾ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് അവരിങ്ങനെ കടയാക്കിയതാണ് പലതും. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടോ ഈ ഷിക്കാര വള്ളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, വള്ളപ്പുര എന്നല്ലേ പറയാം, എന്തായാലും അത് വെള്ളത്തിൽ. നമ്മൾ ഈ ഇപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ പറയും, ദാൽ ലേക്കിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, 1.5 ലക്ഷം ആൾക്കാരുണ്ട് തന്നെ ഈ ദാൽ ലേക്കിൽ അകത്ത് ജീവിക്കുന്നവർ. അവരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞായിരിക്കും, ദാൽ ലേക്ക് പല സമയത്തും ഐസായി കിടക്കായിരിക്കും. അതുകൊണ്ട് അവർ ആ സമയത്ത് പുറത്തേക്ക് പോകില്ലത്രേ. വിൻ്റർ സമയം ഫുള്ള് അവർ വീടിൻ്റെ അകത്ത് കഴിച്ചു കൂട്ടത്തിൽ ചെയ്യുക. അപ്പോൾ ആ സമയത്തേക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും അവർ സ്റ്റോക്ക് ചെയ്യും. അതുപോലെ തന്നെ അവർ വെറുതെ ഇരിക്കല്ല, അവർ പല പല സാധനങ്ങൾ ഉണ്ടാക്കും. ജാക്കറ്റുകൾ, സാരി, പിന്നെ ഷോള്, ഇങ്ങനെയുള്ള കുറേ കാശ്മീരിൻ്റെ തനതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സീസൺ ആകുമ്പോൾ അത് മാർക്കറ്റ് ചെയ്യും. അതാണ് ഇവരുടെ വിൻ്ററിലെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അത്യാവശ്യത്തിനല്ലാതെ അവർ പുറത്തേക്ക് പോവുകയില്ല എന്നാണ് പറഞ്ഞത്. ഒരൊറ്റപ്പെട്ട കട ഉണ്ടോ, ഒരൊറ്റമുറിക്കട. മാലും കണ്ടോ, ഈ ഒരു ഏരിയ ഉണ്ടോ. നമ്മൾ അന്നൊരിക്കൽ മീൻ പിടിക്കാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നു, ലോട്ടസ് അതായത് താമര കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ കണ്ടോ ഒരു സംഭവം, ഒരു കമ്പ് ഇങ്ങനെ കുത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് അറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ലാൻഡൊക്കെ ഫ്ലോട്ടിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊരു വ്യക്തിയുടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചേക്കണത് അത് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുത്തി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നല്ല കാറ്റടിച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഒഴുകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പുള്ളിക്കാർ നഷ്ടപ്പെടും. അത് കിട്ടിയ ആൾ പിന്നെ കൊടുക്കൂലത്രേ. അപ്പോൾ അവരുടെ ലാൻഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മരം തടി കൊണ്ടുവന്നിട്ട് അത് കുത്തി ശരിക്കും ഭൂമിയിലേക്ക് തറച്ചിട്ട്, ആണിയടിക്കുന്ന പോലെ തറച്ചിട്ട് ഉറപ്പിച്ച് നിർത്തുക അത്ര. അങ്ങനെ എന്താല്ലേ. ഹലോ. വെളിച്ചം ആയപ്പോൾ ഓരോ ആൾക്കാർ ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങിയില്ലേ അവരവരുടെ ജോലിക്ക്. ഇത് കണ്ടോ, ഇതുപോലെ വെജിറ്റബിൾ കൃഷി ചെയ്യുന്ന ഒരു ലാൻഡാണ് കേട്ടോ. ഇവിടെയൊക്കെ കൃഷി ചെയ്ത സാധനങ്ങളായിരിക്കും നമ്മളിപ്പോൾ പോകുന്ന മാർക്കറ്റിൽ ആൾക്കാർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എല്ലാം വെള്ളത്തിലാണെങ്കിൽ പിന്നെ ട്രാൻസ്ഫോമറിന് പിന്നെ വെള്ളത്തിൽ ഇരുന്നൂടെ അല്ലേ. അല്ലേ, ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. അതായത് ഈ ഫ്ലോട്ടിംഗ് ലാൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ. കണ്ടോ പുള്ളി അത് കണ്ടോ താഴ്ത്തുന്നുണ്ട്. അതാ വെള്ളത്തിൽ മുങ്ങിയത്, അത് നോക്കിയേ
അയ്യോ. इसके ऊपर सब्जियां बनाते हैं, घास काटन है, ആ ഹാ ഹാ. ये सब्जियां खीरा ഓ टमाटर ഹോ ഹോ ഹോ. इसके ऊपर। ഓക്കെ, കണ്ടോ അതിന്റെ മുകളിൽ ആ പുല്ല് കട്ട് ചെയ്ത് നിൽക്കണുണ്ടോ? ഇനി അതിന്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ശരിക്കും നമുക്കത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളി ഒരു പങ്കായം കൊണ്ട് വെള്ളത്തിന് അടിക്കാൻ താത്തി. ഇതേ ഒരു പാലം വന്നിട്ടോ. നമ്മൾ പാലത്തിന് അടികൂടി പോവാണേ. ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ ഇതാ ഇങ്ങനത്തെ സംഭവം ഉണ്ട് നമുക്ക്. അതേ സാധനം. ആൾക്കാർ എണീറ്റിട്ടില്ലാവുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും കാണാനില്ല അധികം. पहुंच गया vegetable market। പहुंच गया? ആ ഓക്കെ. ഇവിടെ കണ്ടോ അത്യാവശ്യം നല്ല വലിയ അടിപൊളി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം എത്താനായിട്ടോ. നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ച് വന്ന വെജിറ്റബിൾ മാർക്കറ്റ് ഏകദേശം ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ബാക്കിലാണെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകാൻ എന്താ ഇവിടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. ആ ഇവിടെ ഒരു കട ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ കട തുറന്നിട്ടുണ്ട്. അങ്ങോട്ട് വന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. 2 വള്ളങ്ങളിൽ വന്നവർ എന്തൊക്കെ 3-4 ആൾക്കാർ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. യെസ്, അപ്പം നമ്മൾ ആ വെജിറ്റബിൾ മാർക്കറ്റിലെത്തിട്ടോ. ആ അത്ഭുതകരമായ വെജിറ്റബിൾ മാർക്കറ്റ്. ഇതൊരു സാധാരണ പ്രഭാത കാഴ്ചയല്ല. കശ്മീരിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജീവിത രീതിയുടെ തുടർച്ചയാണ് ദാൽ ലേക്കിലെ ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ മാർക്കറ്റ്. ദാൽ ലേക്ക് വെറുമൊരു തടാകമല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു കാലത്ത് കശ്മീരിൻ്റെ യാത്രയും വ്യാപാരവും ജീവിതവുമെല്ലാം വെള്ളവുമായി ചേർന്നൊഴുകിയിരുന്ന ഒരു ലോകമായിരുന്നു ഇത്. റോഡുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രയും വ്യാപാരവും എല്ലാം പ്രധാനമായും വെള്ളത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയും വിപണിയുമെല്ലാം തടാകത്തിലെ ജീവിതവുമായി ചേർന്ന് നിന്നു. അന്നൊക്കെ പുലർച്ചെ 3 മണിയോടെ തന്നെ ഇവിടെ ആക്റ്റീവായി തുടങ്ങും. തടാകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തോട്ടങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറികളുമായി കർഷകർ ഓരോരുത്തരും ശിക്കാരകളിൽ ഇവിടെ എത്തും. അത്തരം ഫ്ലോട്ടിംഗ് ഗാർഡൻസിനെ ഇവിടത്തുകാർ റാഡ് എന്നാണ് വിളിക്കുന്നത്. ജലസസ്യങ്ങളും ചെളിയും മണ്ണുമൊക്കെ ചേർന്ന് രൂപപ്പെട്ട റാഡുകൾ തലമുറകളായി ഇവിടുത്തെ കർഷകരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അന്ന് വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യേണ്ടി വന്നത് ഒരു ആവശ്യകത കൂടിയായിരുന്നു. തടാകത്തിന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിമിതിയും ജലസമ്പത്തിൻ്റെ സാന്നിധ്യവും ഇവിടെ ജനങ്ങളെ വെള്ളത്തിൽ തന്നെ കൃഷിയിടമാക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഇന്ന് ലോകം കൗതുകത്തോടെ നോക്കുന്ന ഫ്ലോട്ടിംഗ് ഗാർഡൻസ്. തക്കാളി, മുള്ളങ്കി, വെള്ളരി, പലതരം ചീരകൾ, അങ്ങനെ വിളവെടുത്ത പച്ചക്കറികൾ നിറഞ്ഞ ശിക്കാരകൾ പരസ്പരം അടുത്തു ചേരുമ്പോൾ ദാൽ ലേക്കിൻ്റെ ഈ ഭാഗം പതുക്കെ ഒരു ഒഴുകുന്ന മാർക്കറ്റായിട്ട് മാറുന്നു. പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ കുറച്ച് കുറവാണ് അത്ര ഈ വള്ളങ്ങൾ വരുന്നത്. ആവശ്യക്കാരല്ല കേട്ടോ, ഉപഭോക്താവല്ല ഇവിടെ വന്ന് വാങ്ങുന്നത്. ഈ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ലേ, അവര് ഇവിടെ വന്നിട്ടാണ് ഓരോ സംഭവം ഇവരെയൊക്കെ ഒന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കുറേ വള്ളങ്ങള്, അതിനകത്ത് ഓരോ വള്ളത്തിലും ഓരോ ഐറ്റം പച്ചക്കറികൾ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. ഭൂരിഭാഗവും നല്ല പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ. അതായത് ഈ മാർക്കറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് അത്രേ. അപ്പോൾ പണ്ട് മുതലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴും ഇത് ചെയ്തിട്ടുണ്ടാവുക. കണ്ടോ, അത് കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേര് നല്ല പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ. കണ്ടോ, പുതിയ വള്ളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഉള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ 5ാമത്തെ പ്രാവശ്യം കണ്ടാണ് കാശ്മീർ വരുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ശരിക്കും നമ്മൾ ആദ്യം വരേണ്ടത്. അത്രയും നല്ല എക്സ്പീരിയൻസാണ്. ഇതേ കണ്ടോ, കുറച്ചെന്തോ ഒരു ചീര പോലത്തെ സംഭവം കേട്ടോ ആ വള്ളത്തിൽ. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അദ്ദേഹം വിളവെടുത്തിട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ, ഓരോ വള്ളത്തിലും ഇങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടോ മിക്കവാറും കാണുന്നത്. കുറേ വള്ളങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ചെറിയ ഇടവഴികളിലൂടെ ചില വള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ മുതൽ ഒരാൾ നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അദ്ദേഹം ഈ കാവ വിൽക്കുന്ന ആളാണ്, കശ്മീരി കാവ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി നമ്മുടെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ല. നമ്മുടെ വള്ളത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു കാവ കുടിച്ചേക്കാൻ വിചാരിച്ചു. പുള്ളിനെ ഫ്രീ ആക്കാലോ, പുള്ളിക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാമല്ലോ. ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അവർ. ഇവിടെ എല്ലായിടത്തും ഈ കാവ അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുവാണേ. അപ്പം ഉണ്ടാക്കില്ല. അത് കാരണം തന്നെ അതിന് അത്രയൊക്കെ ചൂട് കിട്ടുന്നില്ല. ചൂടോടെ കിട്ടിയാലായിരിക്കും അതിൻ്റെ ഫീൽ ഉണ്ടാവുക. ആ ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഭയങ്കരമായ സ്കാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ദാൽ ലേക്ക്. നല്ലോണം ശ്രദ്ധിക്കണം.
നമ്മൾ ഈ ടൂറിസ്റ്റുകളായിട്ട് നമ്മൾ ഈ ഷിക്കാരിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അമ്മമാർ ഭയങ്കരമായ വിലക്കാണ് നമുക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് തരിക. ഇത് ഒരു വള്ളത്തിൽ ഒരു അപ്പാപ്പൻ കുറേ റൊട്ടി കൊണ്ട് പോകുന്നുണ്ട്. അത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം ഇന്നും ഇവിടെ പഴയ കാലത്തിൻ്റെ ചില കാഴ്ചകൾ കാണാനാകും എന്നതാണ്. തുടക്കകാലത്ത് ഈ മാർക്കറ്റിൽ പ്രധാനമായും ബാർട്ടർ സംവിധാനത്തിലാണ് കച്ചവടം നടന്നിരുന്നത് എന്നാണ് ഈ കച്ചവടക്കാരിൽ ഒരാൾ പറഞ്ഞത്. അതായത് പണത്തിൻ്റെ വിനിമയമില്ലാതെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യാപാര രീതി. ഇന്ന് ഭൂരിഭാഗവും സാധാരണ രീതിയിലുള്ള കച്ചവടമാണെങ്കിലും പഴയ കാലത്തിൻ്റെ ഒരു നിഴൽ പോലെ ചെറിയ രീതിയിൽ ബാർട്ടർ സിസ്റ്റവും ഇവിടെ നടക്കുന്നുണ്ടത്രേ. ഒരു കാലത്ത് ഈ മാർക്കറ്റ് പ്രധാനമായും പ്രാദേശിക കർഷകരുടെയും വ്യാപാരികളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. കാലം മാറിയതോടെ റോഡുകളും വാഹനങ്ങളും വന്നതോടെ നഗരങ്ങളിലേക്ക് ഹോൾസെയിൽ മാർക്കറ്റുകൾ മാറുകയും ഈ മാർക്കറ്റിൻ്റെ കച്ചവട പ്രാധാന്യം കുറേയൊക്കെ കുറയുകയും ചെയ്തു. എന്നാൽ ദാലിലേക്ക് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയും നേടി തുടങ്ങിയതോടെ ഈ മാർക്കറ്റും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചയായി മാറി. അതോടെ അവർക്ക് സാധനങ്ങൾ വിൽക്കാനായി മറ്റു കച്ചവടക്കാരും ഇന്ന് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ മാർക്കറ്റിലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇത് ഇവരുടെ ഒരു ശീലം കൂടിയായിരിക്കും. അതായത് ഈ പച്ചക്കറി വിൽക്കുക എന്നതിനപ്പുറം ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അതായത് രാവിലെ എല്ലാവരും ഒന്ന് കൂടുക എന്നുള്ള സംഭവമായിരിക്കും കേട്ടോ. അങ്ങനെ കൂട്ടം കൂടി ഇരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഇന്ന് ഈ സ്ഥലം കേവലം ഒരു വ്യാപാര കേന്ദ്രം മാത്രമല്ല, കശ്മീരിൻ്റെ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന ഒരു പ്രധാന കാഴ്ച കൂടിയാണ്. ശ്രീനഗറിലെ നിരവധി കടകളിലേക്കും പ്രാദേശിക മാർക്കറ്റുകളിലേക്കും എത്തുന്ന പച്ചക്കറികളുടെ തുടക്കം ഇന്നും ഇവിടെയാണ്. സൂര്യോദയത്തിന് മുമ്പേ തുടങ്ങി നേരം വെളുക്കുന്നതോടെ വ്യാപാരം ഏറെക്കുറെ അവസാനിക്കും. പിന്നീട് വീണ്ടും ദാൽ ലേക്കിൻ്റെ ഈ ഭാഗം അതിൻ്റെ പതിവ് ശാന്തതയിലേക്ക് മടങ്ങും. ഓരോ പുലർച്ചെയും ശിക്കാരകളുമായി ഇവിടെ എത്തുന്ന കർഷകർ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാലം എത്ര മാറിയാലും കശ്മീരിൻ്റെ ചരിത്രവും സംസ്കാരവും ജീവിതവും ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ചില പാരമ്പര്യങ്ങൾ ഒരിക്കലും ഇല്ലാതാകില്ല എന്ന്. ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. അതായത് തോന്നിപ്പോവാണ്. ഓരോന്നും കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ഈ കാഴ്ച കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ ഈ ട്രിപ്പ് നമുക്ക് നഷ്ടമായിരുന്നു എന്ന് വരെ തോന്നിപ്പോവാണ്. അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇദ്ദേഹം വേറൊരാളെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം അത് തയ്യാണ് കേട്ടോ, പച്ചക്കറി അല്ല. ഇദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പച്ചക്കറിയുടെ തയ്യാണ്. താങ്ക് യു മേസികറ്റ് നെയ്പ്പിയേക്ക. രണ്ടാൾക്കാർ ഞാൻ പറഞ്ഞേ, ഇവരുടെ ഇവിടുത്തെ ആ ഒരു ഹാർമണി, രണ്ടുപേര് രണ്ട് വള്ളത്തിന്റെ അറ്റത്ത് ഇരുന്നിട്ട് ഒരു സിഗരറ്റ് ഷെയർ ചെയ്ത് വലിക്കാണ്. आप लोग एक सिगरेट शेयरिंग है? ഉണ്ടോ, ഒരു പഫ് എടുക്കും പിന്നെ അങ്ങോട്ട് കൊടുക്കും. അയ്യോ, പുറകിൽ വന്ന് വള്ളം ഇടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ പുള്ളി ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പറയാം മറ്റേ അടുത്ത്. ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന ആൾക്കാരെല്ലാം ഈ ഒരു പ്രവൃത്തി ദശാബ്ദങ്ങളായിട്ട് തുടർന്ന് പോരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്കിപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒന്നും വിൽക്കാനില്ലെങ്കിൽ കൂടി ഈ സമയമാകുമ്പോൾ വള്ളം തുഴഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഇവരുടെ ഒരു ശീലമാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നു, ഇവരുടെ കൂടെ എല്ലാ ദിവസവും ഈ പച്ചക്കറി വിൽക്കുന്ന അവരുടെ സുഹൃത്തുക്കളെ കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു പച്ചക്കറി കച്ചവടം എന്നതിനപ്പുറം ഈ ഒരു ചന്തക്ക് വേറെയും കുറേ മാനങ്ങളുണ്ട് കേട്ടോ. കാങ്കിണി കൊണ്ടൊക്കെ ആൾക്കാർ വന്നിട്ട് കേട്ടോ. ഇപ്പോൾ പക്ഷെ അത്ര തണുപ്പില്ല, അധികം തണുപ്പില്ല, പക്ഷെ അതുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ കേട്ടോ. പുള്ളി ശരിക്കും നല്ല ചെയിനാണ്, ഒന്നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ആളാണ്. ആകപ്പാട് തിരക്കാണ് കേട്ടോ. വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരസിട്ട്. ഹലോ, വള്ളം കൊണ്ടുവന്ന് ഇടിച്ചപ്പോൾ യാദൃശികമായിട്ടാണെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെയും കാണാൻ പറ്റിയിട്ടോ. ഇദ്ദേഹം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ ആൾക്കാരൊക്കെ നിന്നൊക്കെ പച്ചക്കറികൾ കളക്ട് ചെയ്തിട്ട് ഇദ്ദേഹം ശ്രീനഗറിലെ ഹസ്രത് ബാൽ ദർഗയുടെ മുമ്പിലുള്ള തെരുവിലിരുന്നിട്ട് വിൽക്കുക അത്ര ചെയ്യുക. നമ്മുടെ മജീദ് ഭായ് മൊത്തം ഇവിടെ വന്ന സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ വാങ്ങിച്ചിട്ടും കണ്ടോ. പുള്ളി ഇനി കച്ചവടത്തിന് വേണ്ടി പോവാണ്. ഇപ്പൊ സമയം 6:30 കുറെ സമയം നമ്മളിവിടെ ചെലവഴിച്ചു. കുറെ പേര് പോയി, ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. ഏകദേശം ഒന്ന് ഒതുങ്ങി തുടങ്ങി. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പൊ കണ്ടോ, ഈ സ്ഥലം ഏകദേശം ഇങ്ങനെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയി തുടങ്ങിട്ടോ. ഇവിടെ ആയിരുന്നു ഈ തിരക്കും ബഹളമൊക്കെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. കണ്ടോ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.
ചെറിയൊരു സംഭവമാണ്. ഒരു പക്ഷേ പണ്ട് ഇത് ഭയങ്കര ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും കണ്ടോ അവിടെ ഒരു അവസാനത്തെ ഒരു 4-5 വള്ളങ്ങളുണ്ട്. അവരിങ്ങനെ കാവയൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ഏറെക്കുറെ കഴിഞ്ഞ മട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് തിരിച്ചു പോവാം. സംഗതി വൻ എക്സ്പീരിയൻസ് ആയി. പക്ഷെ ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്തിരുന്നു, ഒരു കാശ്മീരി ഗാനം, ഒരു കാശ്മീരി പാട്ട് ഈ വള്ളത്തിൽ ഇരുന്നിട്ട് ഈ ദാൽ ലേക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരാൾ പാടി തന്നു കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും നമുക്കത് കേൾക്കാൻ. പക്ഷെ നമ്മളിവിടെ ഉള്ള ആ പച്ചക്കറി വിൽക്കാൻ വന്ന മുഴുവൻ ആൾക്കാരടുത്ത് ചോദിച്ചു. ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ എല്ലാവരും തയ്യാറാവില്ലല്ലോ. അതായത് തിരിച്ചു പോകുമ്പോൾ ശരിക്കൊന്ന് കാണണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുണ്ടോ, നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ലാൻഡിൻ്റെ കാര്യം. എനിക്ക് അതൊന്ന് ശരിക്കും ബോധ്യപ്പെടണം, ഈ സാധനം ഫ്ലോട്ടിംഗ് ആണെന്നുള്ള കാര്യം. അപ്പോൾ പുള്ളി അത് ശരിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഈ സാധനം ഈ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, അതൊരു ഐലൻഡ് പോലെ പറയാൻ പറ്റില്ല. വെള്ളത്തിന് പുള്ളി അതിനകത്തേക്ക് ഇറങ്ങുന്നു. അത് നോക്ക്, പുള്ളി അതിനകത്തേക്ക് ചവിട്ടിയിട്ട് ആ സാധനം വെള്ളത്തിലേക്ക് താഴ്ത്തി ഒന്ന് പുള്ളി ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്ക്, കണ്ടോ, ഭൂമി താഴേക്ക് ചവിട്ടി താത്തുന്നു പുള്ളി. എന്താ കഥ എന്നുവെച്ചോക്ക്. ഇങ്ങനെയുള്ള ലാൻഡിൽ കൃഷി ചെയ്ത പച്ചക്കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. ആൾക്കാർ വിൽക്കാൻ വേണ്ടി വന്നത് കണ്ടത് ഭയങ്കര അത്ഭുതമായി പോയില്ലേ. നമ്മളിങ്ങനെ പല പ്രാവശ്യത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ലാൻഡിൽ കൃഷി ചെയ്തു. പിറ്റേ ദിവസം നല്ല കാറ്റടിച്ചിട്ട് ഇത് വേറെ ഒലിച്ചു പോയി അപ്പുറത്തെ വീടിന്റെ അടുത്ത് പോയി അത് അയാളുടെ പോലെ. ആണി അടിക്കുന്നത്, ആണി അടിച്ച് ഉറപ്പിച്ച് നിർത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ കഥ പറഞ്ഞ പോലെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മാറുന്നില്ല കേട്ടോ. അപ്പൊ അതിന്റെ അടിയത്തെ മണ്ണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോവാൻ സാധ്യതയില്ലേ. ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഭൂരിഭാഗം ഈ കൃഷി നടക്കുന്നത്. ഇത് ഇങ്ങനത്തെ ചെറിയൊരു വരമ്പ് പോലത്തെ സ്ഥലമാണല്ലോ. പക്ഷെ ഇങ്ങനെയല്ല, കുറച്ച് വലിയ ഏരിയ ഒക്കെ ഇതുപോലത്തെ ഫ്ലോട്ടിങ് ഉണ്ട്. ഇത്ര റെയിൻ അത് റെയിൻ്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നു അല്ലേ. മഴ പെയ്ത് അടിപൊളിയായിരിക്കും. ഒന്ന് പെയ്തെങ്കിലേ നല്ലായിരിക്കും അല്ലേ. എനിക്ക് എനിക്കില്ല. പണിയെടുക്ക. പെയ്യുന്നുണ്ട്. ഒന്ന് നന്നായി പെയ്യണം. ചെറുതായി പെയ്താൽ എന്താ അറിയോ, നനയും ചെയ്യും, അതിന്റെ ഒരു രസവും കിട്ടൂല. അത് പെയ്തോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ റൂമിലേക്കല്ലേ ഇനിയിപ്പോ അത് കുഴപ്പമില്ല, റൂമിലേക്കല്ലേ. കോഴിയൊക്കെ കൂന്നേക്ക് ഉണ്ട് കേട്ടോ. കോഴിയൊക്കെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഒരുപാട് പേര് ഷിക്കാര റൈഡ് നടത്തിയ ആൾക്കാരായിരിക്കും കേട്ടോ. പക്ഷേ ഇതുപോലൊരു ഷിക്കാര റൈഡ് നടത്തിയ ആൾക്കാർ വളരെ കുറവായിരിക്കും. അതായത് സാധാരണ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ കാശ്മീരിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്പറിട്ട ഘാട്ടുകളിൽ നിന്ന് അലങ്കരിച്ച ഷിക്കാര വള്ളങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയ ഷിക്കാര റൈഡ് പാക്കേജുകളിലാണ് പോകുന്നത്. അവിടെ എല്ലാം കൊമേഴ്സ്യലാണ് കേട്ടോ. അതായത് അവർ മുൻകൂട്ടി നിശ്ചയിച്ച ഓരോ സ്പോട്ടുകളിൽ പോകും. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. അവർക്ക്, അതായത് ഈ ഷിക്കാര ഓടിക്കുന്ന ആൾക്കാർക്ക് കമ്മീഷൻ കിട്ടുന്ന ചില കടകളിൽ പോകും. അവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഈ ദാൽ ലേക്കിൻ്റെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അത് കംപ്ലീറ്റ്ലി കൊമേഴ്സ്യലാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തന്നെയാണ് ഓരോ സ്ഥലത്തും ടൂറിസം നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പോകുന്നത് പോലെയുള്ള പച്ചയായിട്ടുള്ള ആയിട്ടുള്ള അനുഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. അതായത് ഒരിക്കൽ അലങ്കരിച്ച ഷിക്കാര ബോട്ടിലും റൈഡ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം റൈഡുകൾക്ക് വേണ്ടിയിട്ടും ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ യാത്ര തന്നെ വളരെ അർത്ഥവത്താവും കേട്ടോ. ഞാൻ ഇദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ റൂഫില്ലാത്ത വെള്ളം വേണമെന്നുള്ളത്. കാരണം എനിക്ക് 360 ഡിഗ്രി തടസ്സമില്ലാത്ത കാഴ്ച വേണമെന്നുണ്ടായിരുന്നു. ഞങ്ങളീ പോകുന്നത് രാവിലത്തെ റൈഡ് ആയതുകൊണ്ട് വെയിൽ കൊള്ളുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ വെള്ളം ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമുക്ക് നല്ല വിശാലമായിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വള്ളങ്ങൾ നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാൻ ഒരാളെ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തത് 1000 രൂപയാണ് കേട്ടോ. അതായത് ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ട്. ഞങ്ങൾ 2 പേരാണ്. ഈ രാവിലത്തെ 2-3 മണിക്കൂറാണ് ഞങ്ങൾ എടുത്തത്.
ഒരാൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് അധികമാണെന്ന് കേട്ടോ, വേറൊരാൾ പറഞ്ഞു അത് ശരിക്കുമുള്ള റേറ്റ് തന്നെയാണെന്ന്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് കറക്റ്റ് ഒരു റീസണബിൾ റേറ്റ് ആണെന്നാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു 4 പേരൊക്കെ പോകുന്നെങ്കിൽ അപ്പോഴും ഈ ഒരു 1000 രൂപ കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ പെർ ഹെഡ് ഒരു 250 രൂപയെ വരുള്ളൂ. പക്ഷേ ആ 250 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് പ്രൈസ്ലെസ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ദാൽ ലേക്കിൻ്റെ ഏത് ഭാഗങ്ങളിലൂടെ വേണമെങ്കിലും പോകാൻ പറ്റും. യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. ദാൽ ലേക്കിലെ മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ കാണാൻ പറ്റും, അവരിവിടെ കൃഷി ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ കാണുന്നതിനേക്കാളും ഒക്കെ കുറേ കാര്യങ്ങൾ പച്ചയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഒരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു റൈഡിനും കൂടി സമയം കണ്ടെത്തുകയാണെങ്കിൽ ഇത്തരം റൈഡ് താല്പര്യമുള്ളവർക്ക് കേട്ടോ അത് വളരെ നന്നായിരിക്കും. ഞാനേ കൺട്രോൾ ഏറ്റെടുത്തതിന് ശേഷം വെള്ളം ഏതൊക്കെ വഴി പോകുന്നുണ്ട്. എന്നെ തൊഴാൻ ഏൽപ്പിച്ചാണ് ഞാൻ, പക്ഷേ വീഡിയോ എടുക്കുന്നതിൽ മുഴുകിപ്പോയി. വെള്ളം വേറെ ഏതൊക്കെ വഴിക്ക് കയറി പോകുന്നുണ്ട്. കൺട്രോളി പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാലേ പുള്ളി ഇതിനകത്ത് കുറച്ച് വെള്ളം കയറിയതുണ്ട്, അത് പുറത്തേക്ക് എടുത്ത് കളയാണേ. നമ്മളിതാ എങ്ങോട്ടൊക്കെയാണോ പോണത്? നിർത്തി ബുദ്ധിപരമായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ തോഞ്ഞോ ചട്ടായി. ആ ഓക്കെ വഗു. ആ ഓക്കെ. ഈ വലിയ പുല്ല് കണ്ടോ ഈ സൈഡിൽ കാണുന്നത്, അതുകൊണ്ട് പായ ഉണ്ടാകത്തില്ല. പായ എന്നാണ് മനസ്സിലായത് കേട്ടോ. അതിന്റെ പേരാണ് വഗു. ഓ ഇസേ ബനത്തായി. ആ ഓക്കെ. ഈ പുല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അത്രേ. ആ ഓക്കെ. ഈ പുല്ല് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടേ ഉണക്കിയിട്ട് അതുകൊണ്ട് ചട്ടായി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട മാർക്കറ്റ് ഉണ്ടല്ലോ, ഓൾഡ് മാർക്കറ്റ്, അത് ഇങ്ങോട്ട് പോന്നപ്പോഴും തുറന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടാവും ഇത്ര, അവരുടെ വീട് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ വെള്ളം അവിടെ നിർത്തിയിട്ട് അവരുടെ വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ അവർ തുറന്നിട്ട് എടുത്തു തരുന്നതാണ് പറഞ്ഞത്. പക്ഷെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പം കണ്ടോ രാവിലെ ടൂറിസ്റ്റുകളൊക്കെ എണീറ്റു. അവരൊക്കെ ഹൗസ് ബോട്ടുകളിൽ നിന്ന് ഷിക്കാര റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഷിക്കാര വള്ളക്കാരൊക്കെ വന്നിട്ട് അവരെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അവരുടെ ഹൗസ് ബോട്ടിൻ്റെ പേര് കണ്ടേ പഷ്മിനാന്ന്. അപ്പോൾ പഷ്മിന എന്ന് പറയാം ഈ കശ്മീരി ഷോളിന്. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 1.5 ലക്ഷം വരെയൊക്കെ വരുന്നത്. ചെറിയ റേറ്റിലുണ്ടാവും, പിന്നെ 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ടാവത്തില്ല പഷ്മിന കശ്മീരി ഷോൾ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിലും ചെക്ക് ചെയ്തൊക്കെയപ്പോഴാണ് കണ്ടത് 1.5 ലക്ഷം എന്നല്ല, ഇതിൻ്റെ ഏറ്റവും പ്രീമിയം സാധനങ്ങളൊക്കെ 4 ലക്ഷവും അതിൻ്റെ മുകളിലൊക്കെ വില വരുത്തറേ. ഫ്ലൈയിങ് ഡക്ക് അവിടെ സംഭവം ഉണ്ട്, പക്ഷെ താഴേക്ക് പോയി. ഫ്ലൈയിങ് ഡക്കാണ് അത്രേ, യൂറോപ്പിൽ നിന്ന് വന്ന ദേശാടനക്കിളിയാണ്. ദേശാടനക്കിളി എന്നൊക്കെ പറയാൻ പറ്റും ഡക്കിന്, ദേശാടന പക്ഷി എന്ന് പറയാം അല്ലേ. ചെസ്റ്റ്നട്ട്, വാട്ടർ ചെസ്റ്റ്നട്ട്, ആ സംഗതി നമ്മൾ കഴിഞ്ഞ കാശ്മീർ ട്രിപ്പിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. വാട്ടർ ചെസ്റ്റ്നട്ട് അതിങ്ങനെ ഇതാക്കി കഴിക്കും ആൾക്കാർ. ജൂലൈയിലാണ്, ജൂൺ ജൂലൈയിൽ അത്ര ഇതാവുക. അതിൻ്റെ ആ ഒരു ചെടി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു തന്നാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തുകയാണ് കേട്ടോ. തീരത്താണ് ഞാൻ പോകുന്നത്. കണ്ടോ ഇത് കണ്ടോ, ഇതൊരു ഹൗസ് ബോട്ടാണ്. നമ്മളിതാ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളൊരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇതൊരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിൻ്റെ മുൻഭാഗം അപ്പുറത്താണ്, അവിടെയാണ് ടൂറിസ്റ്റുകൾ വരിക. ഇത് അതിൻ്റെ പുറകുവശം. ഇത് നോർമലി ടൂറിസ്റ്റുകൾ വരുമ്പോൾ കാണാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെയാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഓണേഴ്സ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അയ്യോ പതുക്കെ കയറല്ലേ ഇറങ്ങുക. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ വഴി കണ്ടോ, ഈ ഒരു ചെറിയ ഗേറ്റും ആ ഗേറ്റ് കടന്നിട്ട് കയറുന്നതാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഓണർ താമസിക്കുന്ന സ്ഥലം. കണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ഹൗസ് ബോട്ടിൻ്റെ ഓണർ താമസിക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഇങ്ങനെയുള്ള വീടുകളിലാണ് കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ ബാക്കിൽ അവർ താമസിക്കുന്നത്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഓക്കെ ബൈ. ഇസ്ലാം. अब अभी किधर जाना है? अभी मैं उधर घर जाएगा, इसको छोड़ के फिर मेन रोड पे उधर जाएगा. मैं 12-1 बजे आएगा, फिर मैं बोर्ड दिखाएगा आपको, हाउस बोर्ड. हाँ ओके. बाय.